ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാ അമ്മുക്കുട്ടി ഉഷാറായോ? ആയില്ലെങ്കിലും ഞാൻ ആയിന്ന് എടുത്തണം. എന്താ എത്തിനൊക്കെ ക്ഷീണം ഉള്ളിലുണ്ടെങ്കിലും ഭഗവാനെ എനിക്ക് വയ്യ. എൻ്റെ 2 മക്കളുണ്ടല്ലോ, നമ്മോ ഇവറ്റങ്ങളെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വയ്യായ വരാണ്ടിരിക്കട്ടെ ഭഗവാനെ. എന്താ ഞങ്ങൾ ഉപദ്രവിച്ചോ അമ്മേനെ? 2 മക്കള് മാത്രല്ല മരുമകളും ഒക്കെ. അത് കാരണം എന്താ അറിയോ, അല്ല എന്ത് ചെയ്തു എന്ന് പറയണം. അമ്മ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും ആൾക്കാർ. ഭക്ഷണം കഴിക്കാണ്ടോ, ഒരു ഉത്സാഹം ഇല്ലാണ്ടോ, എന്താണ് ഒരു വയ്യാതൊക്കെ വരുന്നത് അമ്മമാർക്ക്. പിന്നെ അമ്മമാരവിടെ വയ്യാണ്ട് കിടക്കണതാണ് നമ്മുടെ മുഷ്ടാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒത്തിരി ഭക്ഷണമൊക്കെ കുറയും. ശബ്ദത്തിനൊരു ഉണർവില്ലല്ലോ ഒന്നും. അല്ല അത് വരും. പെട്ടെന്ന് 2 ദിവസം ഞാൻ അമ്മ വയ്യാണ്ട് കിടന്ന് ക്ഷീണിക്കാണ്. എനിക്ക് ഈ 2 സന്തതികൾ കാരണം എനിക്ക് എന്താ അറിയോ, ഒരു വയ്യായി വരരുത് ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാണ്. എനിക്ക് അത്രയ്ക്ക് പിറ്റങ്ങളുടെ ശല്യാണ്. അയ്യോ അമ്മ മഹാപാവാണ് കേട്ടോ ഈ പറയണൊക്കെ. അല്ലെങ്കിൽ പിന്നെ എന്താ അസുഖം വരുമ്പോ അമ്മ മരുന്ന് കഴിച്ചോ, ഭക്ഷണം അങ്ങനെ അങ്ങനെ ചോദിക്കേണ്ടത്. അയ്യോ എപ്പോഴാ അമ്മയ്ക്ക് വയ്യായി മാറി കിട്ടിയാൽ മതിയേ, എപ്പോഴാണ് നമ്മളെ വയ്യായി മാറുക. എനിക്ക് നമ്മളെ മുഖം കാണുമ്പോൾ ഒരുമാതിരിയാണ്. അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് വയ്യാണ്ട് ആവുമെന്നാണ് സംശയം. എങ്ങനെയൊക്കെയാ മക്കൾ പറയുക. അപ്പൊ പിന്നെ വയ്യ പറഞ്ഞ ഉഷാറായിട്ട് അമ്മയെ നോക്കിയിട്ട് എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം വയ്യാണ്ടായി എങ്ങനെ പറയാട്ടാ. ഒന്നും കൂടി വയ്യാണ്ടാവട്ടെ, ഒന്നും കൂടി വയ്യ അങ്ങനെയാണ് പറയേണ്ടത്. അത് മാറട്ടെ എന്നല്ലേ പറയട്ടെ മനുഷ്യൻ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വയ്യാണ്ടായ അമ്മ ഇപ്പോൾ ഉഷാറായി, അമ്മേനെ നോക്കായിരുന്നു ഞാൻ വയ്യാണ്ടായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അറിയില്ല പറയണം. ഒരു മോര് കറി കുട്ടി ചോറുണ്ടാന്ന് എനിക്കൊരു തോന്നല്. അത് കുമ്പളങ്ങ, കുറച്ച് കുമ്പളങ്ങ കഷ്ണത്തിന് മോര് കുറച്ച് മതി. പിന്നെ ഇതാ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളം വേവട്ടെ. ഇതൊന്ന് വേവട്ടെ, വേവാനുള്ള വെള്ളം മതി. പിന്നെ ഇങ്ങനെ വേവട്ടെ. അപ്പോ എന്തായാലും അമ്മയുടെ ഒരു ഓർമ്മയിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനൊരു ചൂട് അനുഭവിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണോ? ഒരുവിധം എല്ലാ സ്ഥലത്തും ഇതേ അവസ്ഥയാണ് അല്ലേ? മനുഷ്യൻ ചൂടിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തിയൊക്കെ പണ്ട് അത്രയ്ക്ക് ചൂടൊക്കെ മനുഷ്യരുണ്ടായിരുന്നുള്ളൂ. ഇത് നാളികേരം, പിന്നെ ഈ നമ്മള് കടലപ്പരിപ്പില്ലേ, ആ കടലപ്പരിപ്പ് നനച്ചിട്ട് ഒരു ചെറിയൊരു സ്പൂണ് കടലപ്പരിപ്പ്, അത് കർണാടകത്തിലെ ഇങ്ങനെ ഇടും. അതുകൊണ്ടാണ് ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്തി, ഈ നാളികേരം, കടലപ്പരിപ്പ്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു ചെറിയുള്ളിയും കൂട്ടി അരച്ചതാണ് കേട്ടോ. പിന്നെ തൈര് പിന്നെ നമ്മൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ട്. ഇതിന് വേണ്ടത് പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി, ഉലുവ, ഇത്രയാണ് വേണ്ട. അപ്പം അത് വേണം. അപ്പോൾ ഇത്രയും വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചെറുപ്പത്തോടെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ചൂട് അനുഭവിച്ചിട്ടുണ്ടോ? അയ്യോ എൻ്റെ ഓർമ്മയിലേ ഇല്ല. അപ്പോൾ എന്താണെന്ന് അറിയോ അന്നൊക്കെ ഇന്നൊക്കെ നമ്മളുടെ വ്യത്യാസം? അന്ന് പ്രകൃതിയും മനുഷ്യനും രണ്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ? പ്രകൃതിയും മനുഷ്യനും തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് കാട് മുറിച്ചിട്ടും തോട്ടങ്ങൾ നശിപ്പിച്ചിട്ട് ഫ്ലാറ്റ് ഉണ്ടാക്കലും, കാട് വെട്ടി കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞു മനുഷ്യന്മാർ. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇത്രയും വലിയ ചൂടൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട്. ഇപ്പോൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു മരമൊക്കെ കാണാൻ കിട്ടുന്നുണ്ടോ? പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ നിന്ന് വെക്കേഷനിലൊക്കെ കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് 2 സൈഡ് മരങ്ങളുണ്ടാവും. ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? അന്നേരം ബസ്സൊക്കെ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയൊക്കെ എവിടെ നിന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് മനുഷ്യന്മാർ റോഡിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. കാറ് നിർത്തി അവിടെ നമ്മുടെ കരിയറിൽ കൊണ്ടുവന്നുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ എന്ത് തണുപ്പും ക്ലൈമറ്റും. അങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ കാണാൻ കിട്ടുന്നുണ്ടോ? ഇപ്പം എന്താ ഉണ്ടായത്? കുറേ ബിൽഡിങ്ങുകളുണ്ടായി, പ്രകൃതി ഇല്ല. എന്തിന്? വീട്ടുമുറ്റത്തൊരു മാവോ പ്ലാവോ ഉണ്ടെങ്കിൽ അത് അടിച്ചു വരാൻ മടിയാണ് വന്നിട്ട് വെട്ടിക്കടയാണ്. എന്നിട്ട് ഈ ചക്കയും മാങ്ങയൊക്കെ പൈസ കൊടുത്ത് മേടിക്കുകയാണ്. അത് എങ്ങനെ കിട്ടാനില്ല? നമ്മൾ കാണിക്കുന്ന അതേ സ്വഭാവമല്ല അടുത്ത ആൾക്കാരും കാണിക്കണത്. ആർക്കും സ്വന്തം വീട്ടിൽ അതിനെ വളർത്തുക, അതിനെ പരിപാലിക്കുക, അല്ലെങ്കിൽ അടിച്ചു വരെ വൃത്തിയാക്കുക ഒന്നിനും മനസ്സില്ല. എല്ലാം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അവസാനം ഒരു മരം കൂടി ഇല്ലാണ്ടായ എന്ത് കടയിൽ നിന്ന് മേടിക്കും, ഏത് കടയിൽ നിന്ന് മേടിക്കും? പിന്നെ എന്താവും? ചന്ദ്രമണ്ഡലം പോലെ ആവും നമ്മുടെ ഭൂമി. ഇപ്പം നിങ്ങൾ ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല, അവിടെ ആന ഇറങ്ങി, കടുവ ഇറങ്ങി, പുലി ഇറങ്ങി, കരടി ഇറങ്ങി, നരി ഇറങ്ങി എന്നൊക്കെ പറയും. ഇറങ്ങാണ്ട് അവരെന്ത് ചെയ്യും? അവൻ്റെ കാട് മുഴുവൻ വെട്ടിപ്പിടിച്ച് അവിടെ മുഴുവൻ നമ്മുടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ കാട് ചുരുങ്ങി നാടായി മാറുമ്പോൾ മൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം എന്തുണ്ടാവും?
പിന്നെ യുദ്ധം നടക്കാൻ പോണത് അന്യ രാജ്യവും നമ്മൾ തമ്മിലൊന്നും ആയിരിക്കില്ല, മനുഷ്യനും മൃഗം തമ്മിലായിരിക്കും. കാരണം മനുഷ്യൻ പുറത്തിറങ്ങണമെങ്കിൽ മൃഗത്തിനെ പേടിക്കണം, മൃഗം അവിടെ ശരിക്കും പോകണമെങ്കിൽ മനുഷ്യനെ പേടിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടലായിരിക്കും. വേട്ടയാട് വിളയാട് പറഞ്ഞൊരു സംഭവം വരും. അതിന് ഒരുപാട് വിദൂരമൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ തന്നെ കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആയി മാറി. ഇപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുലി ഇറങ്ങിയെന്നൊക്കെ അപൂർവങ്ങളൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം അന്ന് കാട് കൂടുതലും നാട് കുറവായിരുന്നു. അതെ, പിന്നെ അല്ല, അന്ന് കാട് കൂടുതൽ നാട് കുറവായിരുന്നു. ഇന്ന് നാട് കൂടുതൽ കാട് കുറവായി. അപ്പോൾ ഇന്നാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്നത്. അന്ന് വരില്ല, അന്ന് അവർക്ക് അവൻ്റെ കാട് മതി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, പണ്ട് പുരാണങ്ങളിലൊക്കെ പറഞ്ഞില്ല തീമഴ പെയ്യും എന്ന് പറയും. ഇപ്പോൾ ആകാശം നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ചൂട് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവമേ തീമഴയും മറ്റേ പെയ്യോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കണ്ടില്ലേ 8 പേരാണ് മരണപ്പെട്ട് ചൂട് കാരണം കൊണ്ട്. അതുപോലെ ഡോക്ടർ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ അതേ മരുന്ന് തന്നെയാണ് എല്ലാവർക്കും പറഞ്ഞുകൊണ്ടില്ല. കാരണം എന്താ പറയുക, ചൂട് കാരണം കൊണ്ട് മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുടൽ ചുങ്ങുക, അതുപോലെ ഛർദ്ദിക്കാൻ വരും പോലെ ആവുക, ഒന്നിനും ഒരു രുചിയില്ലാണ്ടാവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ചൂടിൻ്റെ അപാരമായ ചൂടായതുകൊണ്ടാണ്. മനുഷ്യന് ചൂട് സഹിക്കാനൊക്കെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ചൂട് മനുഷ്യനെ അങ്ങോട്ട് എന്താ പറയുക, മനുഷ്യൻ്റെ ആ ഒരു പവർ ഇല്ലാണ്ടായി പോകും. നമ്മൾ എന്തിനും തരണം ചെയ്യാനൊരു ലിമിറ്റ് ഉണ്ടല്ലോ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതും താണ്ടിപ്പോയി എന്ത് ചെയ്യും. ആ അവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് പേരവിടെ വന്നിരിക്കുക. എല്ലാവരുടെയും എന്താ അസുഖം. ഒരാളെ കണ്ടില്ലേ കയ്യിൽ തൊലിയൊക്കെ പോയിട്ട്, കൈ താടി ചൂട് എന്ന് വെച്ചാൽ കുരുവല്ല തൊലി പോർക്കുക. ശരിക്കും തീ പൊള്ളിയാവില്ലേ അതുപോലെയായിട്ട് തൊലി അങ്ങോട്ട് പോയിട്ട് ഒരു പിങ്ക് കളർ അല്ലേ. അതാണ് ഞാൻ ചോദിച്ചത് പോയിട്ട് ഇതെന്താ എന്ത് സംഭവിച്ചാണ്, പൊള്ളിയതാണോ. അപ്പോൾ ചൂടാണെന്ന്. ദൈവമേ, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലല്ലേ അത്. നമ്മുടെ ഇവിടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ആൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ വലവക്കോട് ഭാഗങ്ങൾ, കൊല്ലം ഭാഗം, തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല. പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ഈ 3 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ ചൂടിലിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനുഷ്യൻ്റെ സ്വഭാവം പോലെ തന്നെ പ്രകൃതിയായി മാറിയെന്നുള്ളത്. പ്രകൃതിക്ക് മനസ്സാക്ഷിയില്ല, മനുഷ്യനും മനസ്സാക്ഷിയില്ല എന്നുള്ളൊരു അവസ്ഥയിലായി. കാരണം എന്താ പറയുക, മനുഷ്യന് ഒന്നിനോടും ഒരു ആത്മാർത്ഥത ഇല്ല, കാണിക്കുന്ന സ്നേഹത്തിനോടില്ല, ഒന്നിനോടും ഇല്ലാത്തൊരു കാലഘട്ടം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രകൃതി നമ്മളെ കണ്ട് വെറുക്കുന്ന പറയും അതുപോലെയാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പൊട്ട ഒരു സംഭവം നടന്നു. പിന്നതാന്ന് പറയുന്നില്ല, ഒരു പൊട്ട ഒരു സംഭവം നടന്നു. അത് അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്കിടയിൽ അദൃശ്യമായിട്ട് ചായക്കടയിലും വീട്ടുകാരിലും ഇരുന്നിട്ട് കാരണന്മാർ സംസാരിക്കും. എന്താ അല്ലേ 5 വയസ്സായ കുട്ടീനോടൊക്കെ എങ്ങനെയാണ് ഇവന് ഈ വികാരം തോന്നുക, അയ്യോ അവനൊന്നും മനുഷ്യനിൽ ജനിച്ചതായിരിക്കില്ല പറഞ്ഞാൽ അത് അന്നൊക്കെ കഴിഞ്ഞു, പിന്നൊരു സംഭവം അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു സ്ഥലത്ത് 5 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ 7 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, 3 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ എടുത്ത് അതേ ട്രാക്കിൽ കുറേ സിനിമ പോകും പറയും പോലെ ഒരു ക്രൈം നടക്കുമ്പോൾ അതേ ട്രാക്കിൽ ഇത് കണ്ടിട്ട് വായിച്ചിട്ട് അല്ലെങ്കിൽ ന്യൂസിൽ കേട്ടിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല ജനം ചിന്തിക്കുന്നത്. ഇത് വീണ്ടും ചെയ്യാൻ വേണ്ടി ഒരു ജനസമൂഹം അവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സ് എവിടേക്ക് എത്തി. അപ്പോൾ ഈ പുരാണങ്ങളിലൊക്കെ പണ്ട് എഴുതിയിട്ടില്ലേ ഒരു സംഭവം, മനുഷ്യനെ വെറുക്കും, മനുഷ്യനെ കണ്ട് മനുഷ്യനെന്നെ എന്താ പറയുക, മനുഷ്യൻ വേട്ടയാട് തിന്നുന്നൊരു കാലം വരും, അത്രത്തോളം ദുഷിച്ചൊരു കാലം വരും, മനസ്സാക്ഷി ഇല്ലാത്തൊരു കാലം വരും. അങ്ങനത്തെ ഒരു കാലം വരുമാണ് കരികാലത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സത്യമാണ് തോന്നുന്നുണ്ട്. പിന്നെ പ്രത്യക്ഷമായിട്ട് ദൈവം ഭൂമിയിൽ ഇടപെടാത്തൊരു കാലമാണ് കലികാലം. അതെന്തിനാണെന്നറിയാം അമ്മയ്ക്ക്? നോക്കട്ടെ. അല്ല, ഒരു സത്യയുഗം, ഒരു ദ്രോപരയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളാണല്ലോ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. ഇത് 4ാമത്തെ യുഗമാണ് കലിയുഗം. എന്താണ് കലിയുഗം അറിയില്ല? കലിയുഗം എന്ന് പറഞ്ഞാൽ കൽക്കി എന്ന അസുരൻ്റെ ഒരുപാട് 1000 വർഷങ്ങളിലൊക്കെ തപസ്സിൻ്റെ ഫലമായിട്ട് ഒരു യുഗം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്താണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷമായിട്ട് ദൈവമില്ല. അപ്പോൾ എന്ത് വൃത്തിയോടെ ഇവിടെ സംഭവിക്കും. ഇതിൻ്റെ കുടം നിറയണം, ഈ പാവങ്ങൾ നിറയുമ്പോഴാണ് ഈ കലിയുഗത്തിൻ്റെ അവസാനം. ആ കലിയുഗത്തിൻ്റെ അവസാനം എങ്ങനെയൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഗ്രന്ഥങ്ങളിലും ഒന്നിൽ നിന്നല്ല. തീമഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാവും, എർത്ത് ഉണ്ടാവും, അങ്ങനെ പലതും പറഞ്ഞിട്ട് ഇതൊക്കെ ഏതാണ്ടൊക്കെ കുറേയൊക്കെ നടന്നോ. ഇപ്പോഴത്തെ ഈ ചൂടൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ പറ്റി സംഭവിക്കുന്നൊരു പേടി വരുന്നുണ്ടോ? മനുഷ്യൻ എന്നാ പേടി വരുന്നു പറയാമ? എന്നാ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതെന്ന് അറിയാം നമുക്ക്. ഒന്ന്, അപായം വരും ഒരുമിച്ച് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനും മനുഷ്യസ്നേഹികൾ, ഇത്രയും മനുഷ്യന്മാരോട് ഒരു മനുഷ്യസ്നേഹം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല.
ഉപകാരം ചെയ്യരുത്. നമ്മുടെ എത്ര കണ്ടതല്ലേ. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞതല്ലേ, ഒരു വെള്ളപ്പൊക്കം ഒരു സുനാമിയൊക്കെ വന്നപ്പോൾ കേരളത്തെ കണ്ട് ലോകം മുഴുവൻ ഞെട്ടിയതല്ലേ. അതുപോലെ തന്നെ ഗുജറാത്തിലായപ്പോൾ അവിടെയും ജനം കണ്ട സഹകരണം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞ ഒരു ഭൂചലനം, ഒരു സുനാമി, അല്ലെങ്കിൽ ഇതുപോലെ താങ്ങാൻ പറ്റുന്ന ചൂടൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സന്ദർഭം വന്ന് എത്തുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണിതെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ബുദ്ധിമുട്ടും മനുഷ്യന് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വെറും സന്തോഷവും സുഖവും മാത്രം കൊടുത്ത മനുഷ്യൻ സ്വന്തം തൊട്ടടുത്തുള്ള അമ്മേനെയും സ്നേഹിക്കില്ല, കുടുംബക്കാരെയും സ്നേഹിക്കില്ല, ആരും സ്നേഹിക്കില്ല. ഇന്നത്തെ സ്നേഹം എന്താണ്? വ്യാജമായ സ്നേഹത്തെ. എന്താ സ്നേഹം? നിൻ്റെ അടുത്തുണ്ടോ നിന്നെ സ്നേഹിക്കുക, കൊടുക്കൽ വാങ്ങൽ മാത്രമാണ് സ്നേഹം. നമ്മളൊരു കടയിൽ പോകണം, ഒരു സാധനം മേടിക്കണം, അതിനൊരു ബില്ലിടണം, ആ ബില്ലെടുത്ത് നമ്മൾ പൈസ കൊടുക്കണം. അതിന് യോഗ്യരായവരെ തിരഞ്ഞെടുത്തിട്ടല്ലേ സ്നേഹിക്കുന്നത്. ഇതാണോ സ്നേഹം? ഒരു കുടുംബത്തിൽ ഒന്നും ഇല്ലാത്തവനുണ്ടാവും, കുറച്ചുള്ളവനുണ്ടാവും, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എത്താണ്ട് നടുക്കിൽ നിൽക്കുന്നിടത്തനുണ്ടാവും. ഇവരൊക്കെ ഒരു കുടുംബമാണെന്നുള്ള ബോധം എന്തുകൊണ്ട് മനുഷ്യന് വരുന്നില്ല? അവിടെ അല്ലേ മനസ്സാക്ഷി കാണിക്കേണ്ടത്. 3 നേരം അമ്പലത്തിൽ പോവുക, 4 നേരം അമ്പലത്തിൽ പോവുക, ദിവസം എണിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ട് വേണ്ടാത്ത ചെയ്താൽ അമ്പലത്തിൽ പോയതിന് എന്ത് ഫലമുള്ളത്? അമ്പലത്തിൽ പോയി 2-3 കുറി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിനൊന്ന് കണ്ടു തൊഴുന്നത് കൊണ്ട് ദൈവം നമ്മുടെ ഒപ്പം അങ്ങോട്ട് വന്നോ? നമ്മുടെ ഉള്ളിലൊരു നന്മ ഉണ്ടാവണം, ആ നന്മ പ്രതിഫലിക്കണം. എന്നിട്ട് ദൈവത്തിനെ കാണുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ഒരു കരുണ ഉണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിപ്പോൾ എന്തായി? അപ്പോഴാണ് അതിന് അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഞാൻ അതാ രാവിലെ എണീച്ചു അമ്പലത്തിൽ പോയി, ഞാൻ ചെയ്ത പാവമൊക്കെ അതോടുകൂടി അങ്ങോട്ട് പോയി, ഇനി ഞാൻ വലിയൊരാളായി കാരണം ഞാൻ ദിവസം അമ്പലത്തിൽ പോകണം, എൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാണ്ട് ആ മനസ്സ് ശുദ്ധമൊന്നും ആയിരിക്കില്ല. ആ മനഃശുദ്ധം എങ്ങനെ ഉണ്ടാവും? നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് ഒരു പവിത്രമായ ഗ്രന്ഥം വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരും നന്നാവേണ്ടത് ആരാണ്? നമ്മുടെ ഉള്ളിൽ നന്നാവണം. നമ്മുടെ ഉള്ളിൽ നന്നിട്ട് എന്തൊക്കെ ത്യജിക്കണം? അഹങ്കാരം ആദ്യം, ആക്രാന്തം രണ്ടാമത്. ഇതൊക്കെ തേച്ചാലേ ഒരു മനുഷ്യനാവുള്ളൂ. ഇതൊക്കെ ആവശ്യത്തിന് കൂടുതലുണ്ടായിട്ട് വീണ്ടും പോയിട്ട് ഈ പലിശക്കാരൻ മാർവാടീൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് തരൂ എവിടേക്ക് തരാം? ബാക്കി ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ഇത് നിനക്ക് മാത്രം തന്നാൽ മതിയോ? ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി നോക്ക്. ദൈവം അങ്ങനെ സംസാരിക്കില്ലല്ലോ കലിയുഗത്ത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ദൈവം അവിടെ പോയി നിന്ന ചില സമ്പന്നർ വീണ്ടും സമ്പത്തിന് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സമ്പന്നത ഇല്ലാത്തവൻ എന്തെങ്കിലും ദൈവം കൊടുക്കണ്ടേ? ആ കൊടുക്കാൻ വേണ്ടി ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ട് വഴിപാട് നടത്തിയിട്ട് വാതിൽ മുട്ടുക, തട്ടുക, തുറക്കുക, വിളക്ക് കത്തിക്കുക, എന്നിട്ട് പറയും ഇനിയും തായോ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആവശ്യത്തിന് തന്നില്ലേ, ഇതുകൊണ്ട് നീ പൊക്കൂടെ അവിടെ എണിച്ചു വന്ന് എന്നാ പറയാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇല്ലേ? ഒരുപാട് പൈസക്കാരെ കണ്ടിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും അല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവർക്ക് ഈ പൈസ മതി എന്നുള്ളൊരു തോന്നലേ വരില്ല. ലോകത്ത് ഇതെനിക്കിപ്പോൾ ജീവിക്കാനുള്ളതുണ്ട്, ഇതുകൊണ്ട് ഞാൻ ജീവിച്ചോളെന്നൊരു തോന്നലും വരില്ല. എത്ര പൊടി പിടിച്ച് കിടക്കണ്ടെങ്കിലും ആ പൈസയുടെ മുകളിൽ പൈസ കൂട്ടിവെക്കുക, അല്ലാണ്ട് ആ പൈസ കൊണ്ട് ഞാൻ അവർക്ക് ഉപകാരം ചെയ്യില്ല. ദൈവമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കൊടുത്തുകൊണ്ടേ ഉണ്ടാവും. കാരണം ഇവരെ ശല്യം സഹിക്കാൻ പറ്റേണ്ടാവുന്നുണ്ട്. പാവപ്പെട്ടവനെന്താ അറിയോ? ഉള്ളത് കൊണ്ട് എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് ജീവിക്കും. എനിക്കിതുണ്ടല്ലോ, ഇതുകൊണ്ട് ഞാൻ ഒന്ന് ആസ്വദിക്കേണ്ട വരാം. അവൻ ആസ്വദിക്കില്ല. അവൻ ഇങ്ങനെ കൂട്ടി വെച്ച് അവൻ ഒരു ദിവസം തട്ടിപ്പോവും. ബാക്കി അവൻ്റെ മക്കളെടുത്ത് അത് പുട്ടടിച്ചിട്ട് അങ്ങോട്ട് ജീവിക്കും. വല്ല ഗുണമുണ്ടോ? ആവശ്യത്തിന് ഉപകരിക്കാത്ത കാശ് എന്തിനു വേണം? ആവശ്യത്തിന് ഉപകരിക്കാത്ത മനുഷ്യർ എന്തിനു വേണം? ഇപ്പോൾ ഇന്നലെ 2 ദിവസം വയ്യാണ്ടായപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? എന്തുകൊണ്ട് അങ്ങനെ? അതിലൊരു സ്വാർത്ഥതയും കൂടി ഉണ്ട്. ഈ അമ്മ ഒരു കിൽക്കാൻ പറ്റിയല്ലേ? അമ്മ അടുക്കളയിലുണ്ടെങ്കിൽ അവിടെ, അപ്പുറത്തുണ്ടെങ്കിൽ ഇവിടെ. അമ്മ ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും മനക്കൊക്കെ ആയിട്ടൊരു വീടാണത്. അമ്മ എവിടെയെങ്കിലും പോയിട്ട് ചുരുണ്ട് പോയിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വീടേ ഉറങ്ങിയോ? ഈ അച്ഛനടക്കം ഉറങ്ങി പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതെന്താ അമ്മ പറയാത്തത്? പിന്നെ എൻ്റെ അമ്മ നിസാരമാണ് ഒരു പാചകം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അച്ഛൻ അടുക്കള കയറിയത് ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലെയായി. അപ്പം നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, നാളികേരം, കുറച്ച് കടലപ്പരിപ്പ്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, ഇത്തിരി ജീരകം, മഞ്ഞൾ. അപ്പോൾ ഈ അരപ്പ് ഇതിൽ നിന്ന് നന്നായി തിളച്ചൊന്ന് പിടിച്ചോളാം. അച്ഛനെ അടുക്കള കയറിയതുണ്ടല്ലോ, കരിമ്പും തോട്ടത്തിൽ ആന കയറിയ പോലെ. കാരണം എന്താ അറിയോ? അച്ഛനൊരു മുട്ട വറുത്ത ഈ സ്റ്റൗവിൻ്റെ മുകളിൽ ഈ നിലത്ത് ഇന്ന സ്ഥലത്താ തെറിക്കാന്നൊന്നുമില്ല. അത് ബുർച്ചിയുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കണം. എഗ് ബുർച്ചി തന്നെ വേണം അത്ര. ഇത് ഉണ്ടാക്കി അതിന് അരിഞ്ഞു കൊടുത്തൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇത് ശരിക്കും പൂരം കഴിഞ്ഞൊരു പറമ്പ് പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അമ്മ കാണാൻ പാടില്ല വരെ ഞാനത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഉപ്പേരി, ഒരു കഞ്ഞിയാണ് ഈ വീട്ടിലുള്ള മുഴുവൻ പാത്രം നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അമ്മ കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അമ്മനെ വിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആണോ? കണ്ണാടി പോലെ ഉണ്ടായിരുന്നോ? പിന്നെ അതുപോലെ
അപ്പം അതുപോലെ തന്നെ സംഭവം കഞ്ഞിയും പയറുപ്പേരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു രുചി ഉണ്ടായിരുന്നോ? അത് വിളമ്പി തന്ന അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നതല്ലേ. ഞാൻ ഇതിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ഇഷ്ടமான പോലെയാണെങ്കിൽ എനിക്ക് ടേസ്റ്റ് ആയി തോന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ ആരോഗ്യം ഒന്ന് ശരിയാവണമെങ്കിലോ? എൻ്റെ ആരോഗ്യം ശരിയാവണമെങ്കിൽ ഒരു ദിവസം കൂടി കഴിയാമ്മ. അമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ തോന്നും അമ്മക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഒന്നുമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തിനാ പറയും, ശരിക്കും ഭക്ഷണം കഴിച്ചില്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ വെറുതെ കൈയുടെ കളയല്ലേ. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിശപ്പേ ഇല്ലാണ്ടായി. ഇപ്പം എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് പറയുമ്പോൾ എനിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എത്ര വട്ടം വിളിച്ചു മകൻ? അവൻ സ്വൈര്യമായിട്ട് ഇരിക്കില്ല, അനുമോൾക്ക് സ്വൈര്യം കൊടുക്കില്ല. കാരണം എന്താ, ഏത് നേരം ഇനി അവാർഡ് സിനിമയിൽ ഇരിക്കും പോലെ ഇരിക്കും പാവം. അതിനാണ് ഈ ദൂരെയുള്ള മക്കൾക്ക് ഒന്നും അറിയാൻ പാടില്ല വന്നിട്ട് പല വട്ടം. ഇത് നമ്മൾ ഈ പരിപ്പിട്ടത് പച്ചയല്ലേ, അപ്പം അതൊന്ന് വേവട്ടെ വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് 2 മിനിറ്റ് കൊണ്ട് പരിപ്പിട്ടില്ലെങ്കിൽ പരിപ്പിടുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദുണ്ട്. അപ്പം എന്താ പറയാമ്മ, ഈ ദൂരെയുള്ള മക്കളെ നമുക്ക് നേരിട്ട് കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടോ അങ്ങനെ വിഷമത്രയെന്ന് മനസ്സിലാക്കി ചീത്ത പറയാൻ പറ്റുമോ? പറ്റില്ല. അടുത്തുള്ള എന്നെല്ലാം പറയാൻ പറ്റുള്ളൂ. എന്നെ നീ കാരണം കൊണ്ട് എനിക്കൊരു സമാധാനമില്ല, കടന്നവിടെയും കൂടി വന്നിട്ടല്ലേ ചാടി അടിച്ചത്. അപ്പോൾ അവനത് പറയാൻ പറ്റില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? ഉണ്ടാണ്ടിരിക്കും. അവനൊന്നും പറയില്ല, വളരെ സൈലൻ്റ് ആവൂത്ര. അതാണ് ഞാൻ കേട്ടിരിക്കണത്. അപ്പോൾ വളരെ സൈലൻ്റ് ആവുമ്പോൾ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവിടെ അനുമോളിൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ആ അമ്മയ്ക്ക് മാത്രം വയ്യാണ്ട് വരാണ്ടിരിക്കട്ടെ, ആർക്ക് വന്നാലും കുഴപ്പമില്ല. കാരണം അവിടെ ആകെ അവാർഡ് സിനിമയായി മാറും. പിന്നെ അമ്മതായി ചിരിച്ചിട്ടില്ല അന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവൻ ഉഷാറായിക്കോളും. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പണ്ട് അതും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മനസ്സിലായില്ലേ? സ്റ്റവ് ഓഫ് ചെയ്യണം. എന്തിനാ? ഈ തൈര് ഒഴിച്ചു കൊടുക്കണം. എന്താ പറഞ്ഞത്, വേവരുത്. ഈ ചട്ടിയിലെ ചൂടിൽ എന്ന് വെന്താൽ മതി. അപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് അവിടെ വെക്കുക. കർണാടകത്തിലെ മോരുകറി. അമ്മ ഒരു കാര്യം ചെയ്തോ, അമ്മ കർണാടകയ്ക്ക് അങ്ങോട്ട് പൊക്കോ. അയ്യോ അതല്ല, അവിടുത്തെ മോരുകറി ഇങ്ങനെയാണ് തിളപ്പിക്കില്ല. ഇവിടെ കുറച്ചൊന്ന് തള വരുന്ന വരെ വെക്കില്ലേ, അവിടെ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വറവിടാം. ഇപ്പം നോക്ക് അമ്മ, അപ്പം ചൂടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും രാവിലെ ഇവിടെ വന്നിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഒരു വീഡിയോ പിടിക്കണം, അവരൊന്ന് കാണണം, നമ്മുടെ കുടുംബത്തിലൊന്ന് കാണണം. അതിപ്പോൾ നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല, അത് നമ്മുടെ ഇപ്പം എന്തായി നമ്മുടെ അവസ്ഥ, ചൂട് കണ്ടില്ലേ? അപ്പോൾ ഉച്ചയാണെങ്കിലുള്ള അവസ്ഥ എന്താണ്, അതാ പറയണത്. സത്യം പറഞ്ഞാൽ അവർക്ക് അമ്മേനെ കാണാണ്ടിരിക്കുന്നതിനേക്കാളും അമ്മയ്ക്ക് അവരെ കാണാണ്ടിരിക്കണം ഏറ്റവും വലിയ പ്രശ്നം. അതെ, മെസ്സേജിലൂടെ എനിക്ക് കണ്ട മാതിരിയാണ്. അതല്ല, ഞാനിപ്പോ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മനസ്സിൽ എനിക്കൊരു തോന്നലാണ്. അതെ, മനസ്സിലായോ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ ഒരു ദിവസം എങ്ങനെ നമുക്ക് വീട് ഇടാണ്ടിരുന്ന അതൊരു വലിയ വിഷമമാണ് അല്ലേ? അപ്പോൾ ഒരു വിധം വൈക്കങ്ങ് അമ്മുക്കുട്ടി വന്നിരിക്കും. അങ്ങനെയൊന്നും ആവില്ല, ഇത് പഴയ എഞ്ചിനാണ്, ട്രെയിൻ എഞ്ചിൻ പോലെയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വയ്യണ്ടായാലും പെട്ടെന്ന് ചാടി കുതിർന്ന് എണിച്ചോടും. ഞങ്ങളുടെ കാര്യമൊക്കെയാണ് ബുദ്ധിമുട്ട്. മാരുതി വണ്ടിയുടെ എഞ്ചിൻ പോലെയാണ്, കേട് വന്ന തന്നെ. ഇപ്പം എൻ്റെ അവസ്ഥ ഇത്തിരി കേട് വന്നു. ആ ശബ്ദത്തിലൊരു മാറ്റം വന്നിട്ടില്ലേ? എങ്ങനെ വരാണ്ടിരിക്കും? ഒറ്റയടിക്കല്ലേ അമ്മയ്ക്ക് വയ്യാണ്ടാവണത്? ഒന്ന് പറഞ്ഞറിയിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. ചെറിയ ക്ഷീണമുണ്ട് അങ്ങനെയൊന്നുമല്ലല്ലോ, ഒറ്റയടിക്കല്ലേ ക്ഷീണം വരുന്നത്. അപ്പം ആദ്യം നമുക്ക് ഉലുവയിട്ടോ, പിന്നെ ഉണക്കമുളക്. അമ്മ എന്തിനാ എന്നാലും ഞാൻ ഐസ്ക്രീം വേണം ചോദിച്ചതിനൊക്കെ അത് പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്, അത് കുറ്റാണോ? ഉണക്കമുളക്, ഉലുവ, എന്നിട്ട് അച്ഛൻ വന്നിട്ട് അവിടെ നിന്ന് പറയണു നമുക്ക് കറിവേപ്പില. ഷുഗറിൽ നിന്റെ അമ്മയ്ക്കാണ് ഐസ്ക്രീം കൊണ്ടേ കൊടുക്കണം. വേറെ അല്ല, വയറ് തക്കാൻ വേണ്ടി ഒന്നും കഴിക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ? അതൊന്നല്ല, അമ്മക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പൊ ഈ സമയത്തെങ്കിലും അമ്മ ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുക, അതെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം കൊണ്ടാണോ? അതിന് അമ്മ എന്നെ ചീത്ത പറഞ്ഞല്ലോ. അയ്യോ, എന്റെ തല തിന്നാണ്ടൊന്ന് പോടാ, എന്തൊക്കെ കേട്ടമ്മ ഞാൻ ഇന്നലെ ഒരു ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നു. വന്നിട്ട് ഇങ്ങനെ ഏത് നേരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അത് വേണോ ഇത് വേണോ അങ്ങനെ ചോദിക്കരുത്. നിന്റെ തല കേൾക്കുമ്പോ നീ പറയില്ല എനിക്ക് വേണ്ടമ്മ എന്ന് പറയില്ലേ? അത് കുട്ടികളെ പിന്നെ അങ്ങനെയല്ലേ പറയാ? അങ്ങനെ തന്നെ, കുട്ടികളെ പോലെ തന്നെയാണ് എല്ലാവരും.
ഇതാ കണ്ടോ കണ്ടോ അപ്പോൾ ഈ കറി തണുപ്പുമാണ്, വയറിന് നല്ലതാണ്. ഈ ചൂടത്തൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനത്തൊക്കെ വരുന്ന കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് കുമ്പളങ്ങി തണുപ്പാണ്. അപ്പോൾ തണുപ്പുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടോ? ഇതാടുന്ന് കറി. പിന്നെ അന്ന് കുറച്ച് മീൻ മേടിച്ചത് മസാല തിരുമ്പി വെച്ചത് എടുത്തിട്ടേ ഇല്ല. അത് ഇവർക്ക് ഞാൻ വറുത്ത് കൊടുക്കും. കറി എനിക്കിത് മതി. പിന്നെ എന്തായാലും വയ്യായ്മ കഴിഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ എണിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായ ഒരു വീഡിയോ ഞാൻ പിടിച്ചു, ആ വീഡിയോ അവിടെ ഇടുന്നുണ്ട് എന്നൊരു സമാധാനമായോ? അത് മസ്റ്റാണ് അമ്മയ്ക്ക് അല്ലമ്മ. കാരണം നിങ്ങൾ അപ്പോൾ അമ്മ എന്നോട് സംസാരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എങ്ങനെയാവും, അമ്മയോട് ഞാൻ സംസാരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാവും. അതുപോലെ തന്നെ അമ്മയുടെ എന്ന് പറഞ്ഞൊരു ചെറിയ കുടുംബം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു ചെറിയ കുടുംബമാണ് നമ്മുടെ ബലം. കാരണം ഇതുവരെ ഇന്നത്തെ വീഡിയോയിൽ അമ്മ പറഞ്ഞ പോലെ ആരും നൽകാത്തൊരു സ്നേഹം അറിയാതെ എവിടേക്കോ ജനിച്ച് ഒരു അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എനിക്ക്. എന്തറിയാം, അവരുടെ ഓരോരോ സംസാരമുണ്ട്. അനിയത്തി എന്ന് പറഞ്ഞാൽ മറിയം ജോർജ് ഇടുന്നത്, പ്രസന്നയുടെ, സൗദാമിനി, അങ്ങനെ കുറെ പേരുണ്ട്. നമ്മുടെ സെൻസർ എന്താ കുട്ടിയുടെ പേര്, സീന. ആ കുട്ടിയുടെ അങ്ങനെ കുറെ പേരുണ്ട്, ഒരാളൊന്നല്ല. പിന്നെ ഒരു മോളെന്ന് വിളിക്കില്ല, ശോഭ നായര. അങ്ങനെ നമ്മൾ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ട്. പറയാൻ പോയ ഒരുപാട് പേരുകളുണ്ട്. ലില്ലി ചേച്ചിന്റെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞ അവരെല്ലാവരുടെയും മെസ്സേജിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് സ്നേഹം നിറഞ്ഞ, എന്താ പറയാ, ഒരു സ്വന്തം കൂടപ്പറപ്പോ ഒരു ചേച്ചിയോ അനിയത്തിയോ അല്ല ആങ്ങളെയോ അങ്ങനെയുണ്ടല്ലോ കുറേ പേരുണ്ട്. അഖിലേഷ് ഫ്രാൻസിസ്, അങ്ങനെയൊക്കെ കുറെ പേരുണ്ട്. പേര് പറയാമെന്നുണ്ടെങ്കിൽ എപ്പിസോഡൊന്നും പോരാ. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം. പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോ എല്ലാവരും ഒന്നാണ്. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബമാണ്. അപ്പൊ ഞാനിതിങ്ങനെ ചില പേരുകൾ വായിൽ വരും, ചിലത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ പേരും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുടെ ഓരോരോ മെസ്സേജിലും ആ സ്നേഹം നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. നിങ്ങളെ കണ്ട മാതിരിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല, എന്നാലും വന്നതാണ്. ചെറിയ എന്തെങ്കിലും ചെറിയ കുക്കിംഗ് എന്തെങ്കിലും ചെയ്തിട്ട് കുക്കിംഗ് കാണിച്ച് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എവിടെ പുറത്തു പോകാനോ അങ്ങനെ പറ്റാത്തൊരു സമയമാണ്. അതിനും പറ്റില്ല, ഒന്നിനും പറ്റാത്തതുകൊണ്ട് എന്താ ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം. നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങളിൽ എന്നെ കാണാണ്ടിരുന്ന അങ്ങനെ വിചാരിച്ചാൽ മതി. ഈ ചൂടൊക്കെ ആയത് കാരണമായിരിക്കും, പിന്നെ കുറേ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്, ഒരിക്കൽ കൂടി